ഞാൻ കേട്ടത് മാക്ട എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ പണ്ടുണ്ടായിരുന്നു. അതെ. അതായിരുന്നു അത്യാവശ്യം ടോപ്പായിട്ടുള്ളത്. അതെ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ മാക്ട മാറി ഫെഫ്ക ആയി. ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്ന ഫെഫ്കയെ പറ്റിയാ. ആ ഫെഫ്ക എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ വരാൻ കാരണം സാറാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതിലൊരു കാരണക്കാരൻ ഞാൻ തന്നെയാണ്. മാക്ട എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ആ മാക്ടയിൽ നിന്ന് മാക്ട ഫെഡറേഷൻ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയാണ് ഫിഫ്ക രൂപം കൊണ്ടത്. ഫിഫ്ക വരാൻ കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാവുന്നുള്ളേ ഉള്ളൂ. ഞാനും ദിലീപുമായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. അതൊരു കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സൗന്ദര്യപ്പിണക്കം പോലെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് പിന്നെ വളച്ച് കെട്ടി ഒരുപാട് ദൂരങ്ങളിലേക്ക് പോയി. അങ്ങനെ പിളർന്നുണ്ടായതാണ്, ആ മാക്ട സംഘടന പിളർന്നുണ്ടായതാണ് ഫെഫ്ക ഉണ്ടായത്. അത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു രീതിയിലാണ് ഫെഫ്ക മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഫെഫ്കയാണ് കൂടുതലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ ദിലീപ് സാറിന്റെ ഇഷ്യൂ കാരണമാണ് ഫെഫ്ക വന്നതെന്ന് സാർ പറഞ്ഞു. അങ്ങനത്തെ ഒരു വിഷയം കാരണം ഫെഫ്ക വന്നത് നന്നായെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ല, സംഘടനകൾ എപ്പോഴും വരുന്നത് നല്ലതാണല്ലോ. കാരണം ഓരോ സംഘടനകൾ വരുന്നതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ ഫെഫ്ക വന്ന ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സംഘടന നല്ലത് തന്നെയാണ്. മാക്ടയിൽ നിന്ന് ഫെഫ്ക വന്നതിലും യാതൊരു കുറവുമില്ല, നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ.